അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ 2-3 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ എപ്പിസോഡിൽ അനുമോളെ വന്നവരും നിന്നവരും എല്ലാവരും ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. ആക്രമണം തുടങ്ങിയത് നമ്മുടെ ആർജെ ബിൻസി ആയിരുന്നു. അപ്പാനിയെയും ബിൻസിയെയും ചേർത്ത് അനുമോൾ എന്തോ പ്രസ്താവന ഇറക്കിയെന്നും ബിൻസിയും അപ്പാനിയും ബിഗ് ബോസ് ഹൗസിന് പുറത്ത് വളരെയധികം പ്രശ്നങ്ങൾ നേരിട്ടെന്നൊക്കെയാണ്. ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടായിരുന്നു സംസാരിച്ചു തുടങ്ങിയത്. പക്ഷെ പയ്യെ പയ്യെ പ്രശ്നം അങ്ങ് വഷളായി. ഇപ്പൊ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അനുമോൾ ഒരിക്കലും ഒറ്റയ്ക്കായിരിക്കലല്ലോ ഒരു കാര്യം പറഞ്ഞത്. അത് കേൾക്കാനും തിരിച്ച് മറുപടി പറയാനും ആരെങ്കിലും ഉണ്ടാവണ്ടേ. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരാളവിടെ ഇല്ല. അനുമോൾ മാത്രം ഒറ്റയ്ക്ക് സംസാരിക്കുകയായിരുന്നു. കൂടെ നിന്ന് ശൈത്യയില്ല, ആദിലയില്ല, നൂറയില്ല, ഷാനവാസ് ഇല്ല. കൂടെ പറഞ്ഞവരാരും ഇല്ല എന്ന് മാത്രമല്ല, അവരെല്ലാം ഇപ്പൊ അനുമോൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളാരും ഒന്നും പറഞ്ഞിട്ടില്ല, അനുമോളാണ് എല്ലാം പറഞ്ഞു തുടങ്ങിയെന്ന്. എപ്പിസോഡ് കണ്ട നമുക്കറിയാം, ശൈത്യയാണ് ആര്യന്റെയും ജിസേലിന്റെ കാര്യവും അപ്പാനിയുടെയും ബിൻസിയുടെ കാര്യവുമൊക്കെ അനുമോളോടും ഷാനവാസിനോടും ആദ്യം പറയുന്നത്. ശൈത്യ എന്തോ ഒരു വലിയ തെളിവ് കണ്ടുപിടിച്ചു എന്ന രീതിയിലാണ് ഇത് അനുമോളോടും ഷാനവാസിനോടും ഒക്കെ അവതരിപ്പിക്കുന്നത്. അനുമോളും ശൈത്യയും ചേർന്നത് 1-2 തവണ ബിൻസിയോട് സൂചിപ്പിച്ചു എന്നും പറയുന്നു. പിന്നീട് ബിൻസി എവിക്റ്റായി പോയപ്പോൾ അനുമോൾ അപ്പാനിയോടൊരു ഡയലോഗ് പറഞ്ഞു, നിങ്ങൾ കാരണം ഒരു പെൺകുട്ടി ഇന്ന് എവിക്റ്റായി പോയിരിക്കുകയാണെന്ന്. ഇതല്ലാതെ നമ്മുടെ അറിവിൽ അനുമോൾ അപ്പാനിയോട് ഇതേപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല. എന്നാൽ അപ്പാനിയോട് ഇതേപ്പറ്റി തുറന്നടിച്ചതും അപ്പാനിയെ വരച്ചു വരയി നിർത്തിയതും ഷാനവാസ് ആയിരുന്നു. എന്തുകൊണ്ടാണ് അപ്പാനി ഇത്തവണ വന്നപ്പോൾ ഷാനവാസിനോട് ഈ പ്രശ്നം ചോദിക്കാതിരുന്നത്? അപ്പോൾ അവർക്കറിയാം ഷാനവാസിനോട് ചോദിച്ചാൽ കണക്കിന് കിട്ടും, എല്ലാവരും നാറും എന്നൊക്കെ. അനുമോളാണെങ്കിൽ ചുറ്റും ഇത്രയും പേരെ ആക്രമിക്കാൻ നിൽക്കുന്നതുകൊണ്ട് ഒരക്ഷരം മിണ്ടാതെ നിന്നോളുമെന്നും. എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അനുമോൾക്കൊരു കണക്കിന് നല്ലത് തന്നെയാണ്. ആരാണ് യഥാർത്ഥത്തിൽ കട്ടപ്പ എന്നൊക്കെ പ്രേക്ഷകർക്ക് മനസ്സിലായി കഴിഞ്ഞു. ശൈത്യ കട്ടപ്പയാണെങ്കിൽ അതിലും വലിയൊരു വിഷം ഹൗസിനുള്ള അനുമോളുടെ കൂടെ തന്നെയുണ്ട്, നൂറയും ആദിലയും. അതിൽ ആദിലയാണ് കൊടും വിഷം. കാരണം സുഹൃത്തുക്കൾ ചേരുമ്പോൾ ഗോസിപ്പുകൾ ഉണ്ടാകുന്നത് ആദ്യത്തെ കാര്യമൊന്നുമല്ല. പക്ഷേ ഒരു പ്രശ്നം ഒരു സുഹൃത്തിനുണ്ടാകുമ്പോൾ ആ ഗോസിപ്പുകളിൽ നിന്ന് ഞങ്ങൾ ഒരു പങ്കും വഹിച്ചിട്ടില്ല, എല്ലാം അവള് തന്നെയാണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി അനുമോളെ മറ്റുള്ളവർക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയായിരുന്നു. ഇനിയെങ്കിലും അനുമോൾ കൂടെ നിന്ന് ചതിക്കുന്നവരെ മനസ്സിലാക്കിയാൽ അനുമോൾക്ക് തന്നെ നല്ലത്.